ഈ അടുത്ത കാലത്ത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടൊരു വാർത്തയാണിത്. വയനാട് പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ വനിതാ ജീവനക്കാരി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ജോയിന്റ് കൗൺസിൽ അംഗമായ സഹപ്രവർത്തകൻ മാനസികമായി പീഡിപ്പിച്ചുവെന്നും ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നുള്ള പരാതി നിലനിൽക്കെയാണ് ആത്മഹത്യാശ്രമം. ജീവനക്കാരനെ സ്ഥലം മാറ്റാനുള്ള ആഭ്യന്തര അന്വേഷണ സമിതിയുടെ ശുപാർശ നടപടിക്രമം പാലിച്ചല്ല എന്ന് ചൂണ്ടിക്കാട്ടി ട്രൈബ്യൂണൽ തടഞ്ഞിരിക്കുകയാണ്. ഒരു ഓഫീസിലെ ജീവനക്കാരിക്ക് ഉണ്ടായ ലൈംഗിക അതിക്രമത്തിനെതിരെ ആ ജീവനക്കാരി ആ ഓഫീസിലുള്ള ഇന്റേണൽ കമ്മിറ്റി മുമ്പാകെ ഒരു പരാതി നൽകിയിട്ടും ആ പരാതിക്ക് മുകളിൽ കൃത്യമായി നടപടിയെടുക്കാനോ ആ പരാതിക്കാരിക്ക് നീതി ഉറപ്പാക്കാനോ ഇന്റേണൽ കമ്മിറ്റിക്ക് സാധിച്ചില്ല. ഇന്റേണൽ കമ്മിറ്റി എന്നുള്ളത് കേവലം പേപ്പറിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കമ്മിറ്റിയല്ല. ഈ കമ്മിറ്റിയിലെ ഓരോ മെമ്പേഴ്സും ക്വാളിഫൈഡ് മെമ്പേഴ്സാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, പോസ്റ്റ് നിയമത്തിലെ 90 ക്ലോസ് ഈ പ്രകാരം ഇന്റേണൽ കമ്മിറ്റിക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ട്രെയിനിങ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം തൊഴിലുടമയ്ക്കാണ്. അത്തരത്തിലുള്ള ട്രെയിനിങ് മറ്റും കിട്ടുമ്പോഴാണ് ഒരു പരാതിക്ക് മുകളിൽ കൃത്യമായി ഇടപെടാൻ കമ്മിറ്റി പ്രാപ്തരാകുന്നത്.